കേന്ദ്ര ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെയൊക്കെ പരിചയപ്പെടുത്തരാം. ഇതിന്റെ പേരറിയാന്നുള്ളൊരു കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരെണ്ണടുത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്, കണ്ടില്ല? ഇതിന്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ ഗൈസ്. ഇത് ഡാലിയ ആണെന്നറിയാം, വേറെ ഒന്നും അറിയത്തില്ല. കണ്ടില്ലേ, നല്ല പേർപ്പിൾ കളറിലുള്ള ഡാലിയ. ഇതാട്ടോ, ഇവനാണ് താരം. നല്ല കളറല്ലേ, ഒരു മെറൂണും അല്ലേ, ഒരു ലൈറ്റ് മെറൂണും എന്താ പറയുക, രണ്ട് ഷെയ്ഡായിട്ടുള്ള കളറാണ് കേട്ടോ. ഡാർക്കും ലൈറ്റും കൂടെ ആയിട്ടുള്ള ഷെയ്ഡായിട്ടുള്ള കളറാണ്. നല്ല നമ്മുടെ എന്താ പറയണ്ടേ, ജമന്തി ഉണ്ടല്ലോ, വെള്ള ജമന്തി, അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗൈസ് ഇവന്മാർ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ കാർഷിക കോളേജ്, അതായത് കാർഷിക കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചർ വിപണന കേന്ദ്രത്തിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് ഒരു തൈക്ക് 70 രൂപയാണ് കേട്ടോ. ഇത് 70, ഇത് 50, ഇത് 50. ഇവന്മാർ 3 മാത്രമല്ല, വേറെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ഉണ്ടോ. ഇതൊരു വെറൈറ്റി പൂവാണ് കേട്ടോ. ഇതിനകത്തുള്ള വിത്ത് കിടന്ന് തന്നെ നമ്മൾ വീണ്ടും നടാണ്ട കാര്യമില്ല, ഇതിൽ വിത്ത് വന്ന് വീണ് തന്നെ പൊടിച്ചോളും. അപ്പോൾ ഇവന്മാർ 3 പേരാണ് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഫ്ലവറിലുള്ള അതിഥികൾ. അല്ലാതെ വേറെ കുറച്ച് ആൾക്കാർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പുതിയ അതിഥികളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നല്ല കളർഫുള്ളാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാചകത്തിലൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ കറിവേപ്പില. ഇത് ഒരുപാടൊന്നും ഹൈറ്റൊന്നും വെക്കത്തില്ല. അപ്പോൾ ഇത് വളർന്നതനുസരിച്ച് നമ്മൾ ഒരു കത്തിരി വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഏകദേശം എൻ്റെ ഹൈറ്റ് വരെയൊക്കെ കാണുമല്ലോ കേട്ടോ. കണ്ടില്ലേ, ഒരു 8 മാസം അല്ലെങ്കിൽ 6 മാസം ഞാൻ വെച്ച് നല്ല രീതിയിൽ വളർന്ന ഒരു തൈയാണ് കേട്ടോ കറിവേപ്പില. ഇനിയുണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ മുറ്റത്ത് കളർഫുള്ളാക്കാൻ വേണ്ടി ഒരുപാട് അതിഥികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് പൂക്കളായിട്ടും പച്ചക്കറികളായിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആർക്കെങ്കിലൊക്കെ ചീരയൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അമ്മ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചീരയൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നാടൻ ചീര നമ്മൾ തരുന്നതായിരിക്കും. സെയിലാണ് കേട്ടോ, സെയിലാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയുടെ തൈകൾ വിത്തുകളൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ സെയിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ വളർത്തി തരാൻ തയ്യാറാണ്. അതിനനുസരിച്ചുള്ള പൈസയൊക്കെ തന്നാൽ കേട്ടോ. അപ്പോൾ ഇതാരും വെറുതെ ഒന്നിനും, അതായത് സമയം പോകാൻ വേണ്ടി ആരും ചെയ്യില്ലല്ലോ, ഒരു വരുമാന മാർഗം കണ്ടെത്താനുള്ള ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ പച്ചക്കറിയൊക്കെ, അതായത് ചീര, പിന്നെ ഈ വഴുതന, അതൊക്കെ എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. ചീരയാണ് ഇപ്പോൾ പരിവായിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ എൻ്റെ വീടിനടുത്തുള്ളവരൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ സെയിലിന് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചീരയൊക്കെ. അപ്പോൾ പിന്നെ കുറച്ച് അതിഥികളുണ്ട് കേട്ടോ, പച്ചക്കറി അതിഥികളുണ്ട്. കാണിച്ചിടാം, കണ്ടില്ലേ, പച്ചമുളക് തൈയാണ് കേട്ടോ. ഇതൊരു 20 തൈയുണ്ടേ. പാവയ്ക്കാണ് കേട്ടോ. ഇത് ഇളക്കി നടുമ്പോൾ എന്തെല്ലാം ശരിയാവും. പാവയ്ക്ക് തൈയാണ്. വഴുതന തൈ, ഇത് 20 തൈ ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക തൈ. ഇതിന്റെ പേരറിയാന്നുള്ളൊരു കമന്റ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയാണ്, കുറച്ച് സൂം ചെയ്ത് കാണിക്കൂ. നല്ല ഭംഗിയാട്ടോ. ഇതിന്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ, ഡാലിയ എന്ന്. ഡാലിയ നല്ല പർപ്പിൾ കളറിലെ ഡാലിയ. ഇതിന്റെ പേര് പറയുന്നുള്ളൊരു കമന്റ് ചെയ്യും. അപ്പൊ ഇത് ഡാലിയ അല്ലേ? അപ്പൊ ഇത് ഡാലിയാണ്, പക്ഷെ ഇത് ഡാലിയ അല്ല അല്ലേ, ഇത് വേറെയാണ്. പക്ഷെ അതേ ഒരു ഇതിൽ നിൽപ്പുണ്ടല്ലേ, ഇലകൾ കാണുമ്പോൾ അറിയാലോ ഡാലിയ അല്ല. അപ്പൊ കണ്ടില്ലേ. അപ്പൊ ഞങ്ങളുടെ ചീര ഏകദേശം പരുവായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വരും. ചീര കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നാടൻ ചീരയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇലകളൊക്കെ കാണുമ്പോൾ അറിയാം, പൂവോ വണ്ടൊന്നും കൊത്തിയിട്ടൊന്നുമില്ല, കടിച്ചിട്ടൊന്നുമില്ല. എങ്കിലേ നല്ല നാടൻ ചീരകൾ ഇതാ. കുറച്ച് പൊക്കി പിന്നെ ഇതാ ഇവിടെ പൊടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്ന ചീരയാണ് കേട്ടോ. കണ്ടില്ലേ, അത് ഏകദേശം പരുവാകുമ്പോഴേ ഇളക്കി മാറ്റുള്ളൂ. കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ വളർന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതവിടെ ഇത്രയല്ല, നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. പിന്നെ ഇതാ, ഇത് വെണ്ടയ്ക്കയാണേ, വെണ്ടയ്ക്കത്തൈ. വഴുതന ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ.
കേട്ടോ നന്നാക്കാൻ നനക്കാൻ കാണിച്ചു. ഇത് 20 മൂട് ഉണ്ട് കേട്ടോ. പക്ഷേ 20 മൂടാണെങ്കിലും എത്ര 3 വെച്ചൊക്കെയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതാ ഇത് ചീനി അമരയ്ക്കാണ് കേട്ടോ. ഇതൊരു 4-5 മൂടൊക്കെ വെച്ചാണ് നമ്മൾ നട്ടിട്ടുള്ളത്. കണ്ടില്ലേ ചീനി അമരയ്ക്ക. പിന്നെ നമ്മുടെ വഴുതന കുട്ടന്മാർ കണ്ടില്ലേ, കുറച്ച് ബാക്കിലോട്ട് കാണിക്കാം. കണ്ടില്ലേ കമ്പൊക്കെ ഊന്നി കൊടുത്തിട്ടുണ്ട്. ഇതാ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ സൂം ചെയ്ത് കാണിക്കും. ഉണ്ടോ ഫ്ലവർ കണ്ടോ? ഫ്ലവർ വരാൻ വേണ്ടിയുള്ളതെല്ലാം വന്നിട്ടുണ്ട്. കുറച്ച് ബാക്കിലോട്ട് എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ വഴുതനയൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പച്ചക്കറി തൈകളൊക്കെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്നെ നേരിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ വീടുകളിൽ കൊണ്ട് തരുന്നതായിരിക്കും. അമ്മ ചെറിയ രീതിയിൽ ചെറിയ തോതിൽ സെയിലൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കറി തൈകളൊക്കെ ഈ ഒരു പരുവത്തിലൊക്കെ പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് വെണ്ടയ്ക്ക, കത്തിരിക്ക, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, കാന്താരി മുളക്, പിന്നെ വഴുതനത്തൈ, ചീരത്തൈ വേണമെങ്കിൽ പൊടിപ്പിച്ച് കൊടുക്കും. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ വിത്തായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ചീരയാണ് കേട്ടോ. ഏകദേശം ഒരു 10-30 വീട്ടുകാർക്ക് കൊടുക്കേണ്ട ചീരയൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ബാക്കി ഞാൻ ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളൂ. ഇപ്പോഴേ നിങ്ങൾ എനിക്ക് കണ്ടന്റിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പച്ചക്കറി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴേ ഒന്ന് കാണിച്ചു തന്നാൽ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും ബോറടിച്ചില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്കൊരു ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് മാസത്തിനാൻ വെച്ച് വഴുതനയും പിന്നെ പച്ചക്കറി, വെണ്ടയ്ക്ക, കത്തിരിക്ക, പിന്നെ അതുപോലെ തന്നെ പപ്പയ്ക്ക, ഇതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതായത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് പച്ചക്കറിയും പൂക്കളൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ല ഹാപ്പിനെസ്സൊക്കെ, നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടും. മുറ്റത്തൊക്കെ വൈകുന്നേരം രാവിലെയൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ ജനലൊക്കെ തുറന്ന് രാവിലെ പൂക്കളാണ് കേട്ടോ നോക്കുന്നത്, അല്ലെങ്കിൽ പച്ചക്കറികൾ നോക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ, അതായത് നാടൻ ചീരയൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ കൊണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.